ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. ഇവിടെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ഞാൻ ബാംഗ്ലൂരാണെന്നുള്ളത്. അപ്പോൾ കേരളത്തിൽ ഭയങ്കര ചൂടാണെന്നൊക്കെ കേട്ടു. എങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ മഴ പെയ്തു എന്നൊക്കെ അറിഞ്ഞു ഞാൻ. ഇന്നിപ്പോൾ ഞാൻ CTM പ്രോസസ്സിനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നത്. CTM എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ക്ലെൻസിങ്, T ടോണിങ്, M മോയ്സ്ചറൈസിങ്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു എസ്സും കൂടെ ആഡ് ചെയ്യുവാണ്. എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരല്ല കേട്ടോ, സൺസ്ക്രീനാണ് ഉദ്ദേശിച്ചത്. CTM എന്ന് കേൾക്കുമ്പോൾ അയ്യോ അതെന്താ സംഭവം അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവാം. പക്ഷേ ഇതൊരു വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ ഡെയിലി കുളി കഴിഞ്ഞ് വരുമ്പോൾ, കുളിക്കുമ്പോൾ നമ്മൾ മുഖം വാഷ് ചെയ്യും. അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കോട്ടണിൽ കുറച്ച് ടോണർ എടുത്തിട്ട് മുഖം നന്നായിട്ട് വൈപ്പ് ചെയ്യുക. നമ്മൾ കുളിക്കുമ്പോൾ മുഖം വാഷ് ചെയ്താലും നമ്മുടെ മുഖത്ത് ഡർട്ടും എന്തെങ്കിലുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാകും. അത് നമ്മൾ ഈ കോട്ടണിലെ ടോണർ മുക്കി മുഖം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ കോട്ടണിലേക്ക് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ പുരട്ടി കൊടുക്കുക, എന്നിട്ട് സൺസ്ക്രീനും പുരട്ടി കൊടുക്കുക. കാരണം ഇപ്പോഴത്തെ വെയിലെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പോൾ അതിൻ്റെ ഈ ചൂടേറ്റിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ടാൻ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സൺസ്ക്രീൻ പുരട്ടുന്നത് കൊണ്ട് ഒരു പരിധിവരെയൊക്കെ നമുക്ക് ആ ചൂടിൻ്റെ കാഠിന്യത്തിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ തന്നെയാണ് രാത്രി നമ്മൾ എന്നും ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ മുഖം നന്നായിട്ട് വാഷ് ചെയ്ത് ടോണർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് ഒരു മോയ്സ്ചറൈസറോ നൈറ്റ് ക്രീമോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതും പുരട്ടിയിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പതിവായിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അതൊരു സംരക്ഷണ കവചം തീർക്കും. നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും അധികം ഡാമേജ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾ പലർക്കും അറിയാവുന്നതുമായിരിക്കാം, നിങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. എന്നാലും എനിക്കറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പല ലേഡീസും പറഞ്ഞു കേൾക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാൻ എവിടെയാ സമയം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്രയൊക്കെ ആയില്ലേ ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെയല്ല, കുറച്ച് സമയം നമുക്ക് വേണ്ടിയും കൂടെ നമ്മൾ മാറ്റി വയ്ക്കണം. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾ കുറച്ച് ഭംഗിയായിട്ടിരുന്ന ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഇതിൻ്റെ നെഗറ്റീവോ പോസിറ്റീവോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഇന്നത്തേക്ക് തൽക്കാലം വിടാം.